ഇതാകണോ? നമ്മൾ വീട്ടിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു വാഗ്വാദം ഉണ്ടായി, ഒരു അടിവരെ നടന്നു. പക്ഷേ അത് കഴിഞ്ഞ് പെട്ടെന്ന് ജോലിക്ക് പോകാൻ സമയമായി, ജോലിക്ക് പോയി വൈകുന്നേരം വന്നിട്ട് ഇതൊക്കെ നമുക്ക് പാച്ചപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഉച്ചയായപ്പോഴേക്കും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഫോൺ, നീ എന്താ അങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ നീ എന്താടി ഇങ്ങനെ ചെയ്ത്. അപ്പം നീ ഇതെങ്ങനെ അറിഞ്ഞത്? അമേരിക്കയിൽ നിന്ന് ഫോൺ, ഇംഗ്ലണ്ടിൽ നിന്ന് ഫോൺ, നീ എങ്ങനെ അറിഞ്ഞത്? ഞാനിത് എങ്ങനെയെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പാച്ചപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സംഭവം ലോകം മുഴുവനും പരത്തി. അപ്പോൾ എന്തായി? ഔട്ട് ഓഫ് കൺട്രോളായി. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും 2 ടെലിഫോൺ ഉണ്ട്, ഇല്ലേ? ഒന്ന് നാഷണൽ, 2 ഒന്ന് ഇൻ്റർനാഷണൽ. എന്ത് കാര്യം. അപ്പോൾ ഇത് എനിക്ക് എന്താ അറിഞ്ഞൂടെ അങ്ങനെ പറയാൻ തോന്നുകയാണ്, എന്നോട് ക്ഷമിക്കണം. ഇവിടെ നമ്മളൊരു വ്യത്യാസം ഉണ്ടാക്കണം. ദൈവരാജ്യ അനുഭവത്തിന് വേണ്ടിയാണ് പറയണത്. അപ്പോൾ അവിടെ മറ്റുള്ളവരെ അപമാനിതരാകുന്ന രീതിയിൽ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനാണ് നമ്മളിൽ പരിശുദ്ധാത്മാവ്. അന്യരിൽ നന്മ കാണാൻ, അതു കണ്ടാനന്ദിക്കാൻ, എന്നകക്കമ്പിയിലങ്ങ് വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ. എല്ലാവരും വെളിച്ചം ജമാം പ്രകാശമേ. ഓക്കെ. അപ്പോൾ മറ്റൊന്ന്, അന്യരെ വിധിക്കരുത്. നീ വിധിക്കുമ്പോൾ അതേ വിധിയിൽ പെടുക. മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ നോക്കണ്ട. ഇതൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റിൽ വന്നു. ഇനി രണ്ടാമത്തെ ഫരിസേയ സ്വഭാവം, പ്രമാണങ്ങളെ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ പ്രമാണങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിലാണെങ്കിൽ പ്രമാണങ്ങളെക്കാൾ കൂടുതൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് മുൻതൂക്കം കൊടുക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുക. അപ്പോൾ ഫരിസേയര് പരിശുദ്ധാത്മാവിനെ പരിഗണിച്ചിട്ടേ ഇല്ല. കണ്ടോ, ഈശോ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടത്തുമ്പോൾ അവർ പറയാണ്, നീ അശുദ്ധാത്മാവിനെ കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്നത്. അപ്പോഴാണ് ഈശോ പറയുന്നത്, നീ എനിക്കെതിരെ എന്തൊക്കെ തെറ്റ് ചെയ്താൽ പറഞ്ഞാലും അത് ക്ഷമിക്കപ്പെടും. പരിശുദ്ധാത്മാവിനെതിരായി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷമിക്കപ്പെടുകയില്ല. ഓക്കെ, നമുക്കിവിടെ നിർത്താം. ചായ കുടിക്കാൻ പോകാം. ഇനി ചായ കുടിച്ച് പെട്ടെന്ന് വന്നാലോ? ചായ കുടിച്ച് കുളിയെല്ലാം കഴിഞ്ഞിട്ട് 5 മണിക്ക് എല്ലാവരും വരിക. ഓക്കെ, 5 മണിക്ക് വരിക. നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറയാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ നിങ്ങൾ കേട്ട കാര്യം അത്ര ഇഷ്ടമൊന്നായി ഉണ്ടാവില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നിങ്ങൾ അതിജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് ഭയങ്കര സമാധാനം ഉണ്ടാവും. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ചായ കുടിച്ചിട്ട് വരാം.